വെറും 10 മിനിറ്റ് മതി കേട്ടോ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ബ്രെഡ് വെച്ചിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആട്ടോ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് സ്ലൈസസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കളയാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. കളയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നല്ലൊരു പെർഫെക്റ്റ് ഒരു സ്ട്രക്ചറിൽ കിട്ടണമെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി. അപ്പോൾ ഞാനിതാ ഇങ്ങനെ അരികുവശം കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. എന്നിട്ട് 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് മുക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാ പതിക്കാരും വെള്ളമൊന്നും ഇതുപോലെ പിഴിഞ്ഞിട്ടാക്കിയെടുത്താൽ മതി. ഒരുപാട് വെള്ളത്തിൽ മുക്കിയെടുക്കരുത്. അപ്പോൾ നമുക്കിത് ശരിക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ മിനി ഡോണറ്റ്സ് ആട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ക്രാക്കൊന്നും വീഴാതെ ഈ രീതിയിൽ വേണം നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളത്തിൽ മുക്കിയെടുക്കരുത്. അതേപോലെ തന്നെ ക്രാക്കൊന്നും വീഴാതെ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുകയും ചെയ്യാം. കുഞ്ഞു കുഞ്ഞു ഡോണറ്റ് ആട്ടോ. 2 ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഞാൻ അരിവശം ഉണ്ടല്ലോ അതിനെ വെറുതെ വിട്ടില്ല കേട്ടോ. അതും ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അരിവശം കളഞ്ഞതൊക്കെ ഇവിടെ എടുത്തിട്ട് എന്നിട്ട് നല്ല ചൂടായ ഓയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത് വരെ എനിക്കത് കറക്റ്റ് ഒരു എന്താ പറയുക ഡോണറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഏകദേശം ഡോണറ്റ് തന്നെയാണെന്ന് തോന്നിപ്പോട്ടോ. ഇത് ബ്രെഡ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തതെന്ന് നമുക്ക് മനസ്സിലാവേയില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഡോണറ്റൊക്കെ ചോദിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതുപോലെ ബ്രൗൺ കളർ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അരികുവശം കളഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ട്. അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡോണറ്റാണ് കേട്ടോ. അതും ഒരു കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ ഒന്ന് ഡാർക്കായി വരും എന്ന് മാത്രമേ ഉള്ളൂ. ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. അത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ വെറുതെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ വലിയ ഡോണറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ എണ്ണ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഞാൻ 2 വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കിയതിൻ്റെ സ്ഥാനത്ത് 4 ഒക്കെ എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ വലിയ ഡോണറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനാട്ടോ ഇഷ്ടം. വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ മിക്സ് ചെയ്തിട്ടൊക്കെ എടുക്കാം. അപ്പം ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അത് ഡബിൾ ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്യുക കേട്ടോ. ഞാൻ മൈക്രോവേവ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഡോണറ്റൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഈ ഒരു ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങ് സെറ്റാക്കി എടുത്താൽ മതി. അതിൻ്റെ മുകളിൽ സെറ്റാകുന്നതിന് മുന്നേ നമുക്ക് ഡെക്കറേഷന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസും ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സംഭവം കിട്ടില്ലാനാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എനിക്ക് വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും തോന്നിയില്ല കേട്ടോ. ഒരു സാധാരണ ഡോണറ്റിലേറെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഉണ്ടാക്കിയതേ കണ്ടുള്ളൂ കേട്ടോ. പാത്രം കാലിയാകുന്ന വഴിയേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്കും പെട്ടെന്നാണ് ഇത് ചിലവായി പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ മക്കൾ അത്രയും ഫാനാണ് കേട്ടോ ഈ ഒരു ഡോണറ്റിൻ്റെ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്